സ്നേഹമുള്ളവരെ, പോപ്പ് ജോൺ പോൾ പീസോനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ സന്തോഷത്തിന്റെ ദിവസമാണ്. പ്രത്യേകിച്ച് ലില്ലിയുടെ 50ാം ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് അവസരം ഒരുക്കിയിരിക്കുന്നത് പോപ്പ് ജോൺ പോൾ പീസോനാണ്. ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ വന്നിരിക്കുന്ന എല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടെ ഈ സോമിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് എനിക്ക് സന്തോഷമുണ്ട്. ഡിസംബർ മാസം ലോകരക്ഷകന്റെ ജന്മദിനം ഡിസംബർ 25 ഒരുങ്ങുന്ന ഏറ്റവും അടുത്തായിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ആഗോള സഭയുടെ പരിശുദ്ധ പിതാവിന്റെ ജന്മദിനം 17-ാം തീയതി ആഘോഷിക്കുമ്പോൾ നമ്മുടെ തൃശ്ശൂർ അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത ജേക്കബ് തമ്പി പിതാവിൻ്റെയും ഇപ്പോഴത്തെ മാറാംബ്രൂസ് താഴത്ത് പിതാവിൻ്റെയും ജന്മദിനമായിരുന്നു ഇന്നലെ. ഈ ജന്മദിനങ്ങളുടെ ഈ കാലഘട്ടത്തിലെ സന്തോഷത്തിന്റെ കാലഘട്ടത്തിലെ 50 വർഷം മുൻപ് ആദ്യത്തെ പുത്തൂര് തറവാട്ടിലെ ഒരു ലില്ലി കുഞ്ഞ് ജനിക്കുന്നുണ്ടായി. ആ ലില്ലി കുഞ്ഞിന്റെ 50ാം ബർത്ത്ഡേ ആഘോഷം ഈ ക്രിസ്മസ് നാളിൽ നടത്താനായിട്ട് ദൈവം അവസരം ഒരുക്കിയിരിക്കുകയാണ്. ഈ സന്തോഷത്തിന് എല്ലാവിധ ദൈവാനുഗ്രഹം നേരാനും പ്രാർത്ഥിച്ച് ബലിയർപ്പിക്കാനായിട്ട് വന്നിരിക്കുന്ന അഭിവന്യ ടോണി പിതാവ് ഇന്നത്തെ പ്രോഗ്രാം അനുസരിച്ച് ഇവിടെ വന്ന് പ്രഭാതം ചെല്ലാനായിട്ട് പറ്റാത്ത സാഹചര്യമാണ്. എങ്കിലും എപ്പോഴും വേദനിക്കുന്നവരോടുകൂടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുകൂടെ, ഭിന്നശേഷിക്കാരോടുകൂടെ എപ്പോഴും ആയിരിക്കാനും അവരിൽ സന്തോഷം കണ്ടെത്താനും അവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ബീസോമിലുടെയും കിടപ്പിരോഗികളോടും കൂടെ ഇവിടെയുള്ള എല്ലാ ആഘോഷ പരിപാടികളും ഒക്ടോബർ 22 വന്ന് ഹോംഡേയുടെ ആഘോഷ പരിപാടികൾ പങ്കെടുത്തു. ഇന്ന് ലില്ലി പ്രത്യേകം ആവശ്യപ്പെട്ടതനുസരിച്ചും ഇതുപോലുള്ളവരുടെ ആഘോഷങ്ങളിൽ ഇപ്പം മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ളത് കൊണ്ട് പിതാവ് ഇവിടെ വന്ന് നമ്മോടൊപ്പമായിരുന്നു നമുക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ വന്നിരിക്കുന്ന അഭിമന്യ ടോണി നിലകാവൽ പിതാവിനെ ഏറെ സ്നേഹത്തോടുകൂടെ ഈ സോമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ജെറുസലേം ഡയറക്ടറായ ബഹുമാനപ്പെട്ട ഡേവിസ് പട്ടത്തച്ഛൻ, സോളമൻ അച്ഛൻ, മറ്റു അച്ഛന്മാര്, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള കുടുംബാംഗങ്ങള്, ലില്ലിയുടെ കുടുംബാംഗങ്ങൾ, ലില്ലിയുടെ ബന്ധുക്കള്, സുഹൃത്തുക്കള്, അങ്ങനെ ഒത്തിരിയേറെ പേര് ഇവിടെ ഈ ദേവാലയത്തിൽ വന്നിട്ടുണ്ട് ബലിയർപ്പിക്കാനായിട്ട്. നന്ദി പറഞ്ഞ് ദൈവത്തിന് ഈ 50 വർഷം ലില്ലിയിലൂടെ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഇവിടെ വന്നിരിക്കുക. അപ്പൊ നിങ്ങൾ എല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടെ പീസോമിലെ ഈ സമാധാന ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ആഘോഷങ്ങൾ മെച്ചമാക്കാനായിട്ട് സഹകരിച്ച മാസങ്ങളായിട്ട് അതിനൊരുങ്ങിക്കൊണ്ട് വരുന്ന കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് സിസ്ലിയുടെ നേതൃത്വത്തിലെ എല്ലാവരെയും, ആംഗ്ലമാരെയും സഹോദരങ്ങളെയും കുടുംബങ്ങളെയും ഒക്കെ എല്ലാവരെയും ഏറെ സ്നേഹത്തോട് സ്വാഗതിച്ചതുകൊണ്ട് നമുക്ക് ഈ പ്രഭാതത്തിലെ ബലിയിലെ കൃതജ്ഞതാ ബലി സജീവമായിട്ട് അർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും
പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർഗ്ഗത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. അത്യുന്നതമാം സ്വർഗ്ഗത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ.
നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങേ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴ് എന്നും ഞാൻ. സകലേശാനി തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശാ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവതത്വവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അധ്യായം 4 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഇപ്പോൾ എന്നോട് താല്പര്യം കാണിക്കുന്നതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിക്കുന്നു. ഈ താല്പര്യം നിങ്ങൾക്ക് പണ്ടും ഉണ്ടായിരുന്നതാണ്, എന്നാൽ അത് പ്രകടിപ്പിക്കാൻ അവസരമില്ലായിരുന്നല്ലോ. എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാൻ ഇത് പറയുന്നത്. കാരണം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം. സമൃദ്ധിയിൽ ജീവിക്കാനും ഏത് സാഹചര്യത്തിൽ കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അതേ, സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലുമെല്ലാം എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. എങ്കിലും എൻ്റെ ഞെരുക്കങ്ങളിൽ സൗമനസ്യത്തോടെ നിങ്ങൾ പങ്കുചേർന്നു. ഫിലിപ്പിയരെ സുവിശേഷ പ്രചാരണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കെദോനിയ വിട്ടപ്പോൾ നിങ്ങളൊഴികെ മറ്റൊരു സഭയും എന്നോട് കൊടുക്കൽ വാങ്ങലിൽ പങ്കുചേർന്നില്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഞാൻ തെസ്സലോനിക്കായിലായിരുന്നപ്പോൾ പോലും എൻ്റെ ആവശ്യത്തിന് 1-2 പ്രാവശ്യം നിങ്ങൾ സഹായം അയച്ചു തന്നു. ഞാൻ ദാനം ആഗ്രഹിക്കുന്നുവെന്ന് വിചാരിക്കരുത്. പിന്നെയോ നിങ്ങൾ പ്രതിഫലം വർദ്ധിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ആവശ്യത്തിനും അതിലധികവും ലഭിച്ചു. എനിക്ക് എല്ലാം തികഞ്ഞിരിക്കുന്നു. കാരണം എപ്പഫ്രോദിത്തോസിന്റെ അടുത്തു നിന്ന് നിങ്ങളുടെ ദാനം ദൈവത്തിന് പ്രസാദിച്ചതും സുലഭിലവും സ്വീകാര്യവുമായ ബലി ഞാൻ സ്വീകരിച്ചു. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. നമ്മുടെ പിതാവായ ദൈവത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ പിതാവായ മിശിഹായ്ക്ക് സ്തുതി.
മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനം മധുവായി ഞാനതൊരുക്കിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിതനാം കർത്തൂരിത കോവിൽ താരമതുപോൽ സുതരം പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ഹല്ലേലൂയ പാടിടുന്നേ. ഹല്ലേലൂയ 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 പാടിടുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 1 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്റെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഈ ആനന്ദത്തിന്റെ നിറവിലായിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. ഈ ആഹ്ലാദത്തിന്റെ നിറവിലായിരിക്കുകയാണ് പ്രത്യേകിച്ച് ലില്ലി ചേച്ചിയും നമ്മൾ ഓരോരുത്തരും. ഇവിടെ ചേർന്നിരിക്കുന്ന അഭിമന്യ ടോണി പിതാവ്, വന്യ വൈദികരെ, സിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ എൻ്റെ മിശിഹായ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസത്തിന്റെ ഈ സന്തോഷം എന്ന് പറയുന്നത് ലില്ലി ചേച്ചി മനസ്സുകൊണ്ട് പറയുന്നുണ്ടാകാം. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രവർത്തിക്കും. ഈ ഒരു വാക്ക് മറ്റൊരു രീതിയിൽ ലില്ലി ചേച്ചി ഈ അടുത്ത ദിവസങ്ങളിൽ എന്നോട് പറഞ്ഞു. അച്ഛാ, പണ്ടെപ്പോഴോ ജനിച്ച സമയത്ത് ഒരു മാമോദിസ സ്വീകരിച്ചിട്ടുണ്ടാകാം, കുർബാന സ്വീകരിച്ചിട്ടുണ്ടാവാം, പക്ഷേ ആഘോഷം എന്നുള്ളത് എൻ്റെ ജീവിതത്തിലൊന്നും ഉണ്ടായിട്ടില്ല. പലപ്പോഴും ഈ പോളിയോ ബാധിച്ച് ഭിന്നശേഷി അവസ്ഥയിലായിരുന്നപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഉദാശികളുടെ ഒരു ആഘോഷമോ അല്ലെങ്കിൽ മറ്റ് ഭക്തരുടെ ആഘോഷമോ ഒന്നും എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇനി കാണാനും പലപ്പോഴും സാധിക്കുകയില്ല. വിവാഹമെന്ന ഉദാശയോ മറ്റുള്ള ഉദാശകളുടെ ആഘോഷങ്ങളൊന്നും എനിക്കുണ്ടാകണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് അച്ഛാ, ഈ 50ാമത്തെ വയസ്സെങ്കിലും എനിക്കൊന്ന് ആഘോഷിക്കണം. അതെന്റെ ആഘോഷമാണ്, ആഹ്ലാദമാണ്. എനിക്കും ഇതുപോലെ മറ്റുള്ളവരെ പോലെ ആകണം എന്നുള്ള ഒരു ചിന്തയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നേ ദിവസം തെരഞ്ഞെടുത്തതും. അതും നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഈ ജന്മദിവസങ്ങളുടെ ദിനമായിട്ടുള്ള ഈ നോമ്പുകാലം എന്ന് പറയുന്ന പോലെ ഈ ഡിസംബർ കാലം തെരഞ്ഞെടുത്തതും ജന്മദിവസങ്ങളുടെ ദിനം, അതായത് ദൈവത്തിന്റെ
ആ പരിശുദ്ധനായ ദൈവത്തിന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ, ക്രിസ്തുമസ് ആഘോഷിക്കുന്നതോടൊപ്പം ആ ഒരു ആഘോഷത്തിൽ ഞാനും പങ്കുചേരുകയാണെന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയാണ് ഇന്നിവിടെ ആയിരിക്കുന്നത്. ഇന്ന് ലിലി ചേച്ചിക്ക് പറയുവാനായിട്ട് സാധിക്കും, ഞാൻ ഇന്ന് ആയിരിക്കുന്നത് എൻ്റെ ഭിന്നശേഷി അവസ്ഥയിൽ ഞാൻ ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പലപ്പോഴും ഭിന്നശേഷി എന്നുള്ള അവസ്ഥ ഒരു ശാപമായിട്ടാണ് പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ സഭയിലോ അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹത്തിലൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അന്ന് മുതലേ തന്നെ, യേശുവിന്റെ കാലം മുതലേ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഇവന്റെ പാപനിമിത്തമാണോ, ഇവന്റെ മാതാപിതാക്കന്മാരുടെ പാപനിമിത്തമാണോ ഇവൻ ഇങ്ങനെ ഒരു കണ്ണില്ലാത്തവനായിട്ട് ജനിച്ചത് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ ഈ ഒരു ചോദ്യമാണ്, ശാപമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവരുടെ മാതാപിതാക്കന്മാരുടെ അല്ലെങ്കിൽ ഇവരുടെ സഹോദരന്മാരുടെ ഒരു തെറ്റായ രീതിയിലൂടെ കടന്നു പോയത് കൊണ്ടാണ് ഇവള് ഇങ്ങനെ ആയി തീർന്നത് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ടാവാം. ഇവൻ എന്നെ പറ്റി അടക്കം ചോദിച്ചിട്ടുണ്ട്. ഒരു വൈദികനായതുകൊണ്ട് തന്നെ ഇങ്ങനെ ചോദ്യങ്ങളൊന്നും മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല. കാഴ്ചപ്പാടുകളൊക്കെ നമുക്കൊക്കെ അറിയാം എങ്ങനെയാണ് മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾ എന്നൊക്കെ. കാഴ്ചയില്ലെങ്കിലും കാഴ്ചപ്പാടുകൾ ഒത്തിരിയേറെ ഉണ്ടാകാം. മറ്റുള്ളവർക്കുണ്ടാകാം, കാഴ്ചയുള്ളവർക്കുണ്ടാകാം, കാഴ്ചയില്ലാത്തവർക്കുണ്ടാകാം. അതാണ് പ്രത്യേകതയായിട്ടുള്ളത്. അത് മാറ്റേണ്ട സമയമാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭിന്നശേഷി അവസ്ഥയെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് ഇന്ന് ദൈവത്തെ സ്തുതി പാടുകയാണ്. ആ അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി, ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് ക്രിസ്മസ് സന്ദേശത്തിൽ നമ്മൾ പാടിയതുപോലെ തന്നെ ഇന്നും ലിലി ചേച്ചിയും അതുപോലെ ഇവിടെ ആയിരിക്കുന്ന ഓരോ ഭിന്നശേഷിക്കാരും പാടുന്നുണ്ട്. നല്ല മനസ്സുള്ള വ്യക്തികൾക്കാണ് സന്തോഷവും സമാധാനം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇന്ന് ലിലി ചേച്ചി സമാധാനത്തോടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യും. ഇന്നത്തെ സ്വാസ്ത്രഗീതത്തില് 3 തലങ്ങളിലൂടെയാണ് ആ സ്വാസ്ത്രഗീതം പറഞ്ഞു വയ്ക്കുക. ഒന്ന്, സ്വന്തം ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട് നന്ദി പറയുന്ന ഒരു ദിനം. പരിശുദ്ധ കന്യകാമറിയം അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുത്തെ നാമം പരിശുദ്ധമാണ്, എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നന്ദി പറയുന്ന ഒരു അവസ്ഥയാണ്. രണ്ടാമത്തത്, മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിട്ടുകൊണ്ട് അവിടുന്ന് പറയുകയാണ്, ആ ഹൃദയ വിചാരങ്ങളിൽ അഹങ്കരിക്കുന്നവരെ നിങ്ങൾ ഒന്ന് എളിമപ്പെട്ടാൽ മതി. വിശക്കുന്നവരെ ദൈവം നിങ്ങൾക്ക് സംതൃപ്തരാക്കി തരും. നിങ്ങളൊന്ന് പട്ടി കിടന്നൊന്നും ജീവിക്കേണ്ടി വരില്ല. സമ്പന്നരെ മാത്രമേ വെറുകയോടെ പറഞ്ഞേക്കുള്ളൂ. വിശക്കുന്നവർക്ക് എല്ലാം ദൈവം ക്രമീകരിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പോലെയുള്ളവരെ നോക്കിക്കൊണ്ട് ഇന്ന് ലിലി ചേച്ചിയോ അല്ലെങ്കിൽ പരിസര കന്യകാമറി അന്ന് സ്വാസ്ത്രഗീതം പാടിയപ്പോൾ പറഞ്ഞതാണ്, എനിക്ക് ലഭിച്ചതുപോലെ നിങ്ങൾക്കും ലഭിക്കാൻ സാധ്യതയുണ്ട്. അത് ഇങ്ങനെ മാത്രമാണ് ജീവിക്കേണ്ട ആവശ്യമുള്ളൂ. എളിമയോടെ ജീവിക്കുക എന്നുള്ളതാണ് അവിടുന്ന് പറഞ്ഞു വെക്കുന്നത് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, ഈ ഞാനും എൻ്റെ കൂടെയുള്ളവരെ മാത്രം ചേർത്ത് നിർത്തുന്ന ഒരു മനോഭാവമല്ല അവിടുന്ന് കാണിക്കുന്നത്. ആ ഇസ്രായേൽ ജനതയെ മുഴുവനും ചേർത്ത് നിർത്തിക്കൊണ്ട് ആ പരിസര കന്യകാമറിയും പറയാണ്, ഇസ്രായേൽ ജനതയോടും ഇങ്ങനെ തന്നെ ദൈവം ചെയ്യുന്നു എന്നുള്ളത്. തന്റെ സമൂഹത്തോട് മാത്രമല്ല, തന്നെ പോലെയുള്ളവരോട് മാത്രമല്ല, ഈ ഇസ്രായേൽ ജനത അല്ലെങ്കിൽ തന്റെ ദേശത്തെ മുഴുവൻ ചേർത്ത് നിർത്തിക്കൊണ്ട് ആ പരിസര കന്യകാമറിയും പറയാണ്, ഇതിനെല്ലാവരെയും തന്നിലേക്ക് ദൈവത്തിലേക്ക് ആകർഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ആകണം എന്നുള്ളത്, ഒരു മാതൃകയായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ്. അതിനാവശ്യമായിട്ടുള്ള ഒരു എളിമയാണ്. പലപ്പോഴും ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുകയാണ് നമ്മളൊക്കെ ഓരോരുത്തരും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കാതിരിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളോട് വാഗ്ദാനം ചെയ്ത കൃപ നിങ്ങൾക്ക് അവർക്ക് ലഭ്യമാകും എന്ന് തന്നെയാണ് എല്ലാവരോടും അവിടുന്ന് മാതൃകയായിട്ട് പറയുന്നത്. നമ്മൾ ആ മാതൃകാ ജീവിതം നമ്മൾ ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറാകണം. ദൈവം ഓരോരുത്തരെയും ഇവിടെ ആയിരിക്കുന്ന ഓരോ ഭിന്നശേഷിക്കാരെയും കിടപ്പ് രോഗികളെയും ദൈവം തെരഞ്ഞെടുത്തതാണ്. അത്ഭുതങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമ്മളൊന്ന് തയ്യാറായാൽ മതി. ദൈവം തെരഞ്ഞെടുത്തുകൊണ്ടാണ് ഇത്ര ഒരു സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റുന്നത്. അതുകൊണ്ടാണ് ഈ സ്പെഷ്യലിനെ നോക്കിക്കൊണ്ടാണ് ഇന്ന് സാധാരണക്കാരായിട്ടുള്ള ഓരോരുത്തരും നമ്മെ നോക്കി സ്നേഹിക്കാനായിട്ട് തയ്യാറാകുന്നത്. ഇതിവിടെ ടോണി പിതാവ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ സ്പെഷ്യലിനെ കണ്ടുകൊണ്ടാണ്, അത്ഭുതങ്ങളെ കണ്ടുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ അത്ഭുതങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടതാണ്. അവിടെ ഒരു അഹങ്കാരം ഉണ്ടാകരുത് എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. പലപ്പോഴും നമുക്കൊക്കെ ഉണ്ടാകുന്നത്, മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കുമ്പോൾ, നമ്മളെ കൂടെ നിർത്തുമ്പോൾ, കൂടെ ചേർത്ത് പിടിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമുക്കൊരു അഹങ്കാരം എന്നുള്ളത്, ഞാനെന്ന ഭാവം എന്ന് വരാനായിട്ട് സാധ്യതയുണ്ട്. അത് ഉണ്ടാകാതിരിക്കണം എന്ന് തന്നെയാണ് യേശു അല്ലെങ്കിൽ പരിസര കന്യകാമറിയത്തിന്റെ സ്വാസ്ത്രഗീതത്തിലൂടെ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. നമുക്കത് ആയിരിക്കണം. ഇന്ന് ലിലി ചേച്ചി, ഞാനിവിടെ പണ്ട് ഈ ദർശന ക്ലബ്ബൊക്കെ ഉണ്ടാക്കിയ സമയത്ത് ലിലി ചേച്ചിയോടൊക്കെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ലിലി ചേച്ചി ഒരു ചെറിയ പ്രസംഗമൊക്കെ പറയും. സ്നേഹസംഗമത്തിലൂടെ ഗൂഗിൾ മീറ്റിലൂടെയൊക്കെ വരുമ്പോഴൊന്നും ഒരു പ്രസംഗം പറയാനായിട്ട് മടിയായിരുന്നു. കാരണം പേടി. ഇന്ന് ആ പേടി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പേടിയില്ല. ഇന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞിട്ട് സധൈര്യം വേണമെങ്കിൽ ആരെ വേണമെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യാനോ തയ്യാറായിട്ടുള്ള വ്യക്തിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ
അവകാശവും അധികാരത്തെ പറ്റി അറിയാം, എൻ്റെ അവസ്ഥയെ പറ്റി അറിയാം, ഞാൻ വളർന്നു എന്നുള്ളൊരു ബോധ്യമുണ്ട്. അതിൽ നിന്ന് അഹങ്കാരത്തിലേക്ക് പോകരുതെന്ന് മാത്രമേ ഉള്ളൂ. മറിച്ച് എളിമയോട് നിന്ന് ഏതൊരു പ്രവൃത്തി ചെയ്യാൻ, ഇന്ന് ദർശനയിലെ മകള് മാത്രമല്ല, പീസ് ഹോമിലെ മകള് മാത്രമല്ല, പുനർജീവന്റെ മകളുമാണ്, അതുപോലെ തന്നെ ജെറുസലം പ്രയർ ബാങ്കിന്റെ ഒരു മകളാണ്. ഇന്ന് ഏറ്റവും സജീവമായിട്ട് പ്രവർത്തിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ജെറുസലം പട്ടത്തച്ഛനോടൊപ്പം ചേർന്ന് നിന്ന് ഏറ്റവും കൂടുതലായിട്ട് പ്രവർത്തിക്കാനായിട്ട് നല്ല മനസ്സ് കാണിക്കുന്നത് എന്നുള്ളതാണ്. പലർക്കും ഇല്ലാതെ പോകുന്നത് ഈ മനസ്സാണ്, മനസ്സാണ് ഇല്ലാതെ പോകുന്നത്. ഈ എളിമയും നല്ല മനസ്സും ഉണ്ടെങ്കിലുണ്ടല്ലോ ഇതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരാം. വിദ്യാഭ്യാസമല്ല ഒരു മാനദണ്ഡം എന്നുള്ളത് മനസ്സിലാക്കുക, മറിച്ച് നല്ല മനസ്സാണ് എല്ലാത്തിനെയും വളർത്തുന്ന ഒരു മാനദണ്ഡം എന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്നത്തെ ഈ ആഘോഷത്തിലേക്ക് എത്തിച്ചേർന്നപ്പോഴേ എനിക്ക് ലിലി ചേച്ചിയെ പറ്റി പറയാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ ഒരു നല്ല മനസ്സിനുടമയാണ്, ഒരു മാതൃകാ ജീവിതത്തിനുടമയാണ്. ഭിന്നശേഷിക്കാരുടെ ഇടയിൽ എങ്ങനെയാണ് ചുറുചുറുക്കോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ച് പോകാനായിട്ടുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. ഒരു പ്രോഗ്രാം വരികയാണെങ്കിൽ, ഇപ്പൊ ദർശനയുടെ ഒരു ആഘോഷം വരുന്നുണ്ട്, ഒരു 2 മാസം മുമ്പേ തുടങ്ങിയിട്ടുണ്ട് പ്ലാനിങ്. പരിസര ക്യാമ്പത്തിനുണ്ടായിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഒരു പ്ലാനിങ് ആയിരുന്നു എന്നാണ്. അപ്പൊ നേരത്തെ തന്നെ ദൂരം പറഞ്ഞു വെക്കുന്നുണ്ട്, ഇതാണ് നിന്റെ അവസ്ഥ, ഒരു വർഷം കഴിയുമ്പോൾ ഈ ഒരു കുഞ്ഞിനെ പ്രസവിക്കും ഈശോ എന്നൊക്കെ പേരിടുന്നതൊക്കെ ഒരു പ്ലാനിങ് അവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ അവൾ ഒരുങ്ങുകയാണ്, ആ പ്ലാനിങ്ങിന് വേണ്ടി ഒരുങ്ങുകയാണ്. അതുപോലെ തന്നെ ഒരു സന്ദേശം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്ലാനിങ്ങിലൂടെ പോകാനായിട്ട് സന്മനസ് കാണിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ലിലി ചേച്ചി എന്ന് പറയുന്നത്. വ്യക്തമായ ഒരു പ്ലാനിങ്ങും നിർദ്ദേശങ്ങളും അതനുസരിച്ച് കൃത്യമായിട്ടുള്ള ചിട്ടയായിട്ടുള്ള ഓരോ പ്രോഗ്രാമുകളൊക്കെ കൊണ്ടുപോകാനായിട്ട് നല്ല ഒരു മനസ്സ് കാണിച്ച് അതിനു വേണ്ടിയിട്ട് അഹോരാത്രം അധ്വാനിക്കുന്ന ഒരു വ്യക്തിത്വം. പിന്നെ എല്ലാവരും കൂട്ടിച്ചേർക്കാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു വ്യക്തിത്വം. ഭിന്നശേഷിക്കാരെ പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അവരെ എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒരു കുടക്കീഴിൽ വരണം, നമ്മളെല്ലാവരും ഇതുപോലെ അധ്വാനിക്കണം, സഭയുടെ കീഴിലാകണം, അല്ലെങ്കിൽ ഭിന്നശേഷി കൂട്ടായ്മ ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ആൺപ്രസ്പിതാവിനോട് അടുത്ത് ചെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരണം, എല്ലാ പള്ളികളിലും റാമ്പ് ഉണ്ടാക്കണം, എല്ലാ പള്ളികളിലും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി തരണം, ജോലി സൗകര്യം ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഇതൊന്നും അറിയുമെന്നറിയില്ല. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഒരു വ്യക്തി മുന്നേ വന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അത് മറ്റുള്ള എല്ലാ ഭിന്നശേഷിക്കാർക്കും വേണ്ടി ഒരു വ്യക്തി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതിനുള്ള ഒരു ധൈര്യം പലപ്പോഴും നമുക്കുണ്ട്. ഭിന്നശേഷിക്കാരെ പണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്നത് ദേവാലയത്തിന്റെ അമ്പലത്തിന്റെ നടയിലിരിക്കുന്ന വ്യക്തികളായിട്ടാണ് മനസ്സിലായത്. അവിടെ നടക്കി വെച്ചു, അല്ലെങ്കിൽ അവന് എന്താണ് അടിമ വെച്ചെന്നോ എന്തൊക്കെയാ പറയുന്ന ഒരു സംഭവമില്ല. ആനേനെ നട വെച്ചെന്നാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ അവിടെ നടക്കി വെച്ച് അവർ പോയിട്ടുണ്ടാവും. അങ്ങനെയായിരുന്നു ഭിന്നശേഷിക്കാർ പണ്ടുള്ളവരൊക്കെ, അല്ലെങ്കിൽ പല വാതിലെങ്കിലും ഒട്ടി ജീവിക്കുന്ന വ്യക്തികളായിരുന്നു. ഇന്ന് അതല്ല, മറിച്ച് ഇന്ന് സമൂഹം നമ്മെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. കാരണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിന്റെ അവസ്ഥയെ നമ്മളൊന്ന് മാറ്റാനായിട്ട് പരിശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ അവസ്ഥകളൊക്കെ അതിന് മുൻകൂട്ടി നിന്നിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ലിലി ചേച്ചി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാവരുടെയും സധൈര്യം, എല്ലാവരുടെയും മുമ്പിൽ മുന്നിൽ നിന്ന് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ്, ആരുടെയും എന്നില്ല ഒരു പിതാവ് എന്നുള്ളതോ അല്ലെങ്കിൽ മന്ത്രി എന്നുള്ളതോ തന്ത്രി എന്നുള്ളതോ ഒന്നും നോക്കാതെ അവരുടെ മുൻപിൽ ആ ഒരു ധൈര്യത്തോടു കൂടി പ്രവർത്തിക്കാനായിട്ടുള്ള മനസ്സ് കാണിക്കുന്നു. നന്മയ്ക്ക് വേണ്ടി മനസ്സ് കാണിക്കാനായിട്ട് തയ്യാറാണ്. നന്മയ്ക്ക് വേണ്ടി എന്നും നമ്മൾ ആയിരിക്കേണ്ടത് ഈ നന്മയ്ക്ക് വേണ്ടി പടപൊരുതുക എന്നുള്ളതാണ്. ആ പടപൊരുത്തലാണ് ലിലി ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തികളെ എല്ലാവരും കൂട്ടി യോജിപ്പിക്കാനായിട്ട്, പ്ലാനിങ് ഉണ്ടാക്കാനായിട്ട്, പുതിയ പുതിയ ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നു കാലത്ത് 6 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാവരെയും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. എല്ലാവരെയും ഇങ്ങനെ ഒരു ബന്ധപ്പെട്ട് ഈ മൊബൈലിലൂടെ ആ സ്നേഹബന്ധത്തിനെ ഒന്നിപ്പിക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നെ എന്താ ഇന്നലെ ഒരു 2 നേരം വിളിക്കും. അതുപോലെ തന്നെ പട്ടത്തച്ഛനും വിളിക്കുന്നുണ്ടാവും. പട്ടത്തച്ഛൻ്റെ സമയമില്ലാത്തതുകൊണ്ട് കേൾക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ സാധിക്കുന്നവരെല്ലാവരും തന്നെ വിളിക്കും. കാരണം ആരുടെ ഉള്ളിലും പ്ലാനുകളുണ്ട്. ആ പ്ലാനുകൾ എങ്ങനെ എല്ലാം ഒന്നിപ്പിച്ച് കൊണ്ടുപോകണം എന്നുള്ള ചിന്തയിലാണ് ഈ വിളികളെല്ലാം നടക്കുന്നത്. അതെല്ലാം ചേർത്ത് വെച്ച് ഒരുമിപ്പിച്ച് വെച്ച് അത് ഒന്നിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു പരിശ്രമം. ദൈവം ഈ പരിശ്രമത്തിന് ഒരു അംഗീകാരമായിട്ടാണ് ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള ഒരു ചിന്തയും വന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു മാതൃകപരമായിട്ട് മറ്റു പലരുടെയും ബർത്ത്ഡേ ഇത്ര വലിയ ആഘോഷമായിട്ടൊന്നും നടത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെ ചേച്ചി പറഞ്ഞു, ഇതുപോലെ എല്ലാവരും ചെയ്യും. ഇതുപോലെ നല്ല ബന്ധങ്ങളും ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള വ്യക്തികൾ എത്തിച്ചേരുള്ളൂ. അല്ലെങ്കിൽ ബന്ധങ്ങളും ഉണ്ടെങ്കിൽ ഒരാൾ എത്തിച്ചേരില്ല. ഞാൻ പലപ്പോഴും എന്നോടൊപ്പം ആയിരിക്കുന്ന ഭിന്നശേഷിക്കാരോട് ഞാൻ പറയാനായിട്ടുള്ളത്, ഒത്തിരി ബന്ധങ്ങളും നിങ്ങൾക്കുണ്ടാകണം. വെറുതെ ഇരിക്കരുത്, ഒന്നിനെ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഒന്ന് സ്നേഹത്തോടെ മറ്റുള്ളവരുമായിട്ട് ആ ഒരു ഫോണിലൂടെ ബന്ധപ്പെടാനായിട്ടൊന്ന് പരിശ്രമിക്കുക.
ഇത്തരത്തിലുള്ള വ്യക്തികൾ ഒത്തിരിയേറെ വ്യക്തികൾ വന്നു ചേരാനായിട്ട് ഇടയാകും. അതിന് നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. മറ്റുള്ളവർ നോർമലായിട്ടുള്ള വ്യക്തികളൊക്കെ ഓടിച്ചാടി ഒക്കെ നടക്കും. പക്ഷെ നമ്മളായിട്ടുള്ള ഇരുന്ന് സാവകാശം എടുത്ത് അവരെയൊക്കെ സ്നേഹിക്കാനായിട്ട് തയ്യാറാകുന്നതാണ് എന്നാണ് ഞാൻ പറയുന്നത്. മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കണമെങ്കിൽ നമ്മുടെ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കണം. അതിന് നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അപ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്ത ആ നല്ല ദൈവത്തോട്, വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആ നല്ല ദൈവത്തോട് നമുക്ക് എന്തും സാധിക്കാനായിട്ട് പറ്റുമെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. പരിശുദ്ധ കന്യകാമറിയം പറഞ്ഞതുപോലെ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം അല്ലെങ്കിൽ നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. എളിമയോടെ ഹൃദയവിശുദ്ധിയോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് ഏവർക്ക് സാധിക്കട്ടെ. 1000 മംഗളങ്ങളും ആശംസകളും ഈ ബർത്ത്ഡേ ദിനത്തിൽ ലിലി ചേച്ചിക്ക് നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ആദത്തിന്റെ പാപം മൂലം അധപതിച്ച മനുഷ്യർക്ക് രക്ഷകനായി വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായി ഞങ്ങൾക്ക് പാപമോചനവും രക്ഷയും നൽകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയോടെ പാർത്തിരുന്ന മിശിഹായെ കൃപാവരങ്ങൾ നൽകിയ തിരുസഭയെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷകനായ നിന്നെ സ്വീകരിക്കാൻ പ്രവാചകന്മാരിലൂടെ ജനഹൃദയങ്ങളെ സജ്ജമാക്കിയ കർത്താവേ, അനുദിന ജീവിതത്തിൽ നിന്നെ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാൻ മനുഷ്യനായി അവതരിച്ച മിശിഹായെ നിന്റെ ആഗമനം പ്രഘോഷിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യാവതാരം വഴി മനുഷ്യവംശത്തെ മഹത്വമണിയിച്ച മിശിഹായെ ദൈവസ്നേഹ ചൈതന്യത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായി ഞങ്ങളുടെ പ്രസിഡന്റ് ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപ അധ്യക്ഷനായ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായെയും മാർ ടോണി പിതാവിനെയും മാർ ജേക്കബ് മെത്രാപ്പൊലീത്തായെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ മിശിഹായെ നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷാകരമായ യാത്രയുടെ സാന്നിധ്യം ആഘോഷിക്കുന്ന ഈ യാത്രയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായി ഞങ്ങൾക്കായ ദിവ്യബലി അർപ്പിക്കാൻ പ്രാർത്ഥിക്കുന്ന മാർ ടോണി പിതാവിനെയും എല്ലാ സഹവൈദികരെയും അങ്ങയുടെ തിരുശരീര രക്തങ്ങളായി മാറുന്ന ഈ അപ്പത്തിനോടും വീഞ്ഞിനോടും ഒപ്പം ഒരു നൈവേദ്യമായി സമർപ്പിക്കുന്നു. ഒപ്പമാകാനായി അപ്പമായി തീർന്ന് കാരുണ്യമേകാനായി ദിവ്യകാരുണ്യമായി തീർന്ന ക്രിസ്തുനാഥന്റെ ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടതായ അനുഗ്രഹം പിതാവിന് വർഷിക്കുവാനും അങ്ങേക്കും ദൈവജനത്തിനും വേണ്ടിയുള്ള ജീവിത ബലി അങ്ങേറ്റം പ്രീതികരമായി അർപ്പിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ എന്നും എല്ലാ ഉത്തരവാദിത്തങ്ങളെയും ആശീർവദിക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാൽവരി ബലിയുടെ അനുസ്മരണമായി ബലിവേദിക്ക് ചുറ്റും സ്നേഹത്തിന്റെ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ 50-ാം ജന്മദിനം ആഘോഷിക്കുന്ന ലിലി ചേച്ചിയെ ഒരു കാണിക്കയായി സമർപ്പിക്കുന്നു. ജന്മം നൽകി വളർത്തിയ മാതാപിതാക്കളെയും എപ്പോഴും താങ്ങും തണലുമായി നിൽക്കുന്ന സഹോദരങ്ങളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഈ ബലിവേദിയിൽ സമർപ്പിക്കുന്നു. തന്റെ കുറവുകളിലേക്ക് കൃപ ചൊരിഞ്ഞ് അനേകർക്ക് താങ്ങും തണലുമാകുവാനായി ഈ എളിയ ജീവിതത്തിലൂടെ അവസരമൊരുക്കിയ നല്ല ദൈവത്തിന് ചേച്ചിയോടൊപ്പം ഞങ്ങൾ നന്ദി പറയുന്നു. കുരിശിൻ ചുവട്ടിൽ അടിപതരാതെ ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ച പരിശുദ്ധ അമ്മയോടൊപ്പം ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ചേച്ചിയുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ചേച്ചിയുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഈ കൃപയൊഴുകുന്ന അനുഗ്രഹങ്ങൾ വർഷിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവായ മിശിഹായെ തികഞ്ഞ പ്രത്യാശയോടെ നിന്റെ തിരുനാളിൽ ഒരുങ്ങുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിനക്ക് പ്രിയങ്കരമായവ മാത്രം ചെയ്യാനും പുണ്യപ്രവൃത്തികളിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കാനും ഞങ്ങളെ സഹായിക്കണമേ.
സകലത്തിന്റെയും നാഥായി നീക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറകൾ കഴുകിക്കളയട്ടെ. ആത്മജനം ദിവ്യരൂപാത്തിൻ സ്തുതിയെന്നും ദൈവാംബികയെയും മാറിയൗസേപ്പിനെയും സാധനമോത്തിരാ പാവനീ ബലിയേ സർവരുമൊന്നാം പാടിയിടട്ടെ ആമേൻ ആമേൻ. മർത്തോമായെയും നിന്ന സാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു.
പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീബായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈംഗികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കാൻ മകളെ ശക്തയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മേജറാർച്ചുബിഷപ്പുമാരും മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്നും വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ വഴി നമുക്ക് സഹായത്തിനും രക്ഷിക്കാം സ്വർഗരാജ്യത്തിന് നിത്യജീവനം കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സ്വർഗ്ഗത്തിലെയും നാഥനായ ദൈവം തന്റെ വിശുദ്ധരേഖ നിങ്ങളെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സമൃദ്ധമാക്കുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ ഞങ്ങൾ സമാധാനം നൽകുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവേൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാസ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ ശ്രേഷ്ഠൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോട് കൂടെ. ദൈവപിതാവിൻ സേവമതും ക്രോധാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പിതാവാം
അഖില ചരാചര കർത്താവാ ദൈവ തിരുബലിയർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കൈവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവിന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവൻ യുഗരാജാവാൻ, വീണ്ടും വരുവോനും തന്നെ. ഉന്നത വീതിയിലോശാന, കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായി രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ
എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപോലീത്തായ്ക്കും അതിനുപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപോലീത്തായ്ക്കും സഹായ മെത്രാന്മാർ ടോണി പിതാവിനും മാർ ജേക്കബ് മെത്രാപോലീത്തായ്ക്കും പുരോഹിതന്മാർ നിശംശാനമാർ സമർപ്പിതരന്മായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരി എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാർക്കും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്ദകളുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനമായും വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരും എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് ഇന്നേ ദിവസം ബർത്ത്ഡേ ആഘോഷിക്കുന്ന ലില്ലി ചേച്ചിയുടെ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപരം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും ഇവരുടെ ഓരോ ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും വേണ്ടിയും ബർത്ത്ഡേ ദിനം ആഘോഷിക്കുന്ന ലില്ലി ചേച്ചിക്ക് വേണ്ടിയും അവരുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടിയും അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങ് അയച്ചെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാ വന്ന് ദൈവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ നിങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപ
അങ്ങേക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ദൈവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായി, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സകല വിശുദ്ധരോടും നിന്നെ സ്തുതിക്കാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണം. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും
പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവീശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമായി എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗ്ഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു.
തൃശ്ശൂർ അതിരൂപതയ്ക്ക് ഈ ഭവനത്തോടുള്ള അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ് അഭിമന്യരുടെ പിതാവിൻ്റെ സാന്നിധ്യം എന്ന് നമുക്കറിയാം. അഭിമന്യരുടെ പിതാവ് ലിനിയോടുള്ള സ്നേഹത്തെ പ്രതി ഇവിടെ വന്ന് നമുക്കുള്ള സന്ദേശം, അനുഗ്രഹ സന്ദേശം ഇപ്പോൾ നൽകുന്നതാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ജോൺസനച്ച, പട്ടത്തച്ച, സോളമനച്ച, ജോമോനച്ച, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറ്റവും സ്നേഹമുള്ള സഹോദരിമാരെ, പ്രിയ സഹോദരന്മാരെ, ഇന്നത്തെ ദിവസത്തിൻ്റെ പൊൻതാരകമായിട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്ന, ഇനി എന്താ വിളിക്കേണ്ടതെന്നൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം ഞാൻ ഇവിടെ ചിലർ ലില്ലിന്ന് വിളിച്ചിരുന്നു, വേറെ ചിലർ ലില്ലി ചേച്ചിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ലില്ലിയെ ആദ്യം വിളിച്ചു തുടങ്ങിയിട്ടുള്ളത്, നമുക്ക് വിഷമം തോന്നുന്നത്, ആൻറ്റീന്നാണ്. അതിന് കാരണം ഞാൻ ലില്ലിയെ ആദ്യം പരിചയപ്പെടുന്നത് സിസ്റ്റർ സിമിയുടെ ആൻറ്റി ആയിട്ടാണ്. അപ്പോൾ സിമിയുടെ ആൻറ്റി എന്ന് പറഞ്ഞങ്ങനെ തുടങ്ങിയത് പിന്നെ ലില്ലി ആൻറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഇങ്ങനെ ഇത്ര ഉദിച്ചു നിൽക്കുമ്പോൾ ഇങ്ങനെ ഇത് ആൻറ്റി എന്നൊക്കെ വിളിക്കും. അതുകൊണ്ട് ഞാൻ പിന്നീട് അത് മാറ്റി. പിന്നെ ഞാൻ ആലോചിച്ചു, സിമി എൻ്റെ ആത്മീയ പുത്രിയാണ്, ഞാൻ സിമിയുടെ ഗുരുവച്ചനാണ് പരിശീലനത്തിൽ. അതുകൊണ്ട് സിമി എൻ്റെ മകളാണ്, അതുകൊണ്ട് സിമിയുടെ ആൻറ്റി എൻ്റെ സഹോദരിയാണ്. അപ്പം അതിനുശേഷം പിന്നീട് ഞാൻ വിളിക്കാറുള്ളത് ലില്ലി സഹോദരി എന്നാണ്. ലില്ലി അത് ഓർക്കുന്നൊന്നും അറിഞ്ഞുള്ള ലില്ലി സഹോദരി എന്നാണ് ഞാൻ വിളിക്കാറുള്ളത്. വളരെയേറെ വലിയൊരു ആത്മബന്ധം, കുറേയേറെ വർഷങ്ങളായിട്ട് മെത്രാനായിട്ടുള്ള ഒരു ബന്ധമൊന്നുമല്ല ഇത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലില്ലി സഹോദരി എന്നെ ഈ കാര്യത്തിന് വിളിച്ചത് ഏതാണ്ട് ഒരു 6 മാസം മുമ്പാണ്. എൻ്റെ ആങ്ങളയുടെ മോൻ വരാൻ നിൽക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു 6 മാസം മുമ്പെങ്കിലും വിളിച്ച് ഈ ദിവസം ബുക്ക് ചെയ്യാൻ ശ്രമിച്ചത് എന്നെ കയ്യോടെ പിടികൂടാൻ വേണ്ടി തന്നെയാണ്. വേറെ ഒരു കാരണം പറഞ്ഞാൽ ഒഴിയാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. കാരണം ഇവിടെയുള്ള എല്ലാവരുടെയും ഈ ആഘോഷങ്ങൾക്ക് എനിക്ക് വരാൻ സാധിക്കുന്നില്ല. ലില്ലി സഹോദരി പീസ് ഹോമിൻ്റെ സ്വന്തമാണ്. അതുകൊണ്ട് ഈ പീസ് ഹോമിൻ്റെ മകളും കൂടി ആയതുകൊണ്ട് ഇന്ന് ഞാനിവിടെ ബലിയർപ്പിക്കുമ്പോൾ ഇവിടെയുള്ള എല്ലാവരുടെയും ബർത്ത്ഡേകൾ ഞാൻ ഇന്ന് ഈ ഭവനത്തിൽ എല്ലാവരുടെയും ബർത്ത്ഡേ ഓർത്തിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, നമ്മുടെ ദർശന ക്ലബ്ബുമായി ബന്ധപ്പെട്ട എല്ലാവരുമായിട്ട് എനിക്ക് ബന്ധം ആരംഭിച്ചത് തീർച്ചയായിട്ടും സോളമനച്ചനിലൂടെയാണ്. ഇവരുടെ ഫുട്ബോൾ കളിക്ക് ഞാൻ പോകാറുണ്ട്, ഇവരുടെ ഫുട്ബോൾ പരിശീലനത്തിന് ഞാൻ വന്നിട്ടുണ്ട്. ഫുട്ബോളല്ല, ബാസ്കറ്റ്ബോൾ കളിക്കും, ബാസ്കറ്റ്ബോൾ പരിശീലനത്തിനും സഹൃദയത വരെ ഞാൻ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ബെത്രാനായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അത്രയേറെ എനിക്കൊരു ആത്മബന്ധം ദർശന ക്ലബിലെ അംഗങ്ങളുമായിട്ടുണ്ട്. അതിന് കാരണം സോളമനച്ചനാണ്. ഇങ്ങനെ ഞാൻ ആഘോഷത്തോടെ പങ്കെടുക്കുന്ന സോളമനച്ചൻ്റെ ജൂബിലിക്കാണ്. അതൊരു വലിയൊരു ആഘോഷമായിരുന്നു. കാരണം സോളമനച്ചൻ പ്രതിനിധാനം ചെയ്യുന്നൊരു വലിയൊരു സുവിശേഷം, അതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ദർശന ക്ലബ്ബ്. പിന്നെ തീർച്ചയായിട്ടും പുനർജീവൻ്റെ മക്കളിവിടെയുണ്ട്. പുനർജീവൻ എനിക്കൊരു വലിയൊരു വികാരം തന്നെയാണ്, അവർക്ക് എല്ലാവർക്കും അറിയാം. പുനർജീവൻ്റെ പറയുമ്പോൾ ഒരു ചെറിയ പ്രശ്നം എനിക്കുള്ളത്, സനലിൻ്റെ വീടുമാറ്റത്തിന് പാലുകാച്ചൽ എന്നെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. സനലിനെ ഇവിടെ കാണാനും ഇല്ല. അത് കണ്ടില്ല. സനല് നമ്മുടെ ഒരു വികാരമാണെന്ന് അറിയാലോ. ആ ബോർണക്കാലിൽ വീൽ ചെയറിൽ ഒറ്റക്കാലിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന ആളാണ് സനല്. സനല് ഭാര്യയും കൂടെ കൂടിയാൽ, കൊച്ചും കൂടെ കൂടിയാൽ പിന്നെ അവിടെ ഒരു ആഘോഷമാണ്. അങ്ങനെയുള്ള കുറേയേറെ പേര്, ഒത്തിരി ബന്ധങ്ങൾ ഇവിടെയുണ്ട്. എനിക്ക് എൻ്റെ മൈനർ സെമിനാരി 1ാം വർഷം മുതലുള്ള ബന്ധമുള്ള ജോയി അവിടെ ഇരിപ്പുണ്ട്. ആ ജോയിയുടെ ഭാര്യനെ അവിടെ കാണാനുണ്ട്. അങ്ങനെ ഒത്തിരി പേര് ഇവിടെയുള്ളവരിൽ എല്ലാവരും തന്നെ എനിക്ക് ഏറെ ആത്മബന്ധം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ ഞങ്ങൾ ഹായ് എന്ന് പറയാറുണ്ട്.
ഇവിടെ ഒരു 5 സ്റ്റാർ ലോട്ടറി കച്ചവടം നടത്തുന്ന ഒരു വീട്ടിലുണ്ട്. അത് ആ തൈക്കാട്ടുശ്ശേരി വഴിയിൽ പാലത്തിന്റെ അവിടെ നിൽക്കുന്നു. അത് ഒറ്റയ്ക്ക് നിൽക്കാറില്ല, അവിടെ മാത്രം നിൽക്കുന്നത്, അല്ലെങ്കിൽ അവന്റെ കൈ പിടിക്കാണ്ട് അവന്റെ ഭാര്യ നിൽക്കില്ല എന്നുള്ളതാണ്. അപ്പോ അങ്ങനെയുള്ള ഉണ്ട്. ഇന്നലെ എനിക്കൊരു ചെറിയ സങ്കടം തോന്നി. ഇന്നലെ 5 സ്റ്റാർ ലോട്ടറി കച്ചവടത്തിൽ ഇച്ചിരി മഴ കൂടുന്ന സമയത്ത് ഒരു മഴയത്താണ് നിന്നിരുന്നത്. മരത്തിന്റെ ചോട്ടിലേക്ക് നിന്നിരുന്നെങ്കിൽ ഇന്നലെ ഞാൻ കണ്ടിരുന്നു. ഒരു നല്ലൊരു കുട നമുക്ക് എങ്ങനെയും സംഘടിപ്പിക്കണമെന്ന് എനിക്ക് ഇന്നിങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി ഹൃദ്യമായിട്ടുള്ള സ്നേഹം ഈ കാണുന്നവർ മാത്രമല്ല, എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരായിട്ടുള്ള ഒത്തിരി പേര് നമ്മുടെ വാർഡുകളിൽ കിടക്കുന്നുണ്ട്. അവര് എൻ്റെ സ്വരം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവരുടെ ഓരോരുത്തരുടെയും മുഖം പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ഇതിനെല്ലാം ഇന്നത്തെ ഈ ആഘോഷത്തെ കുറിച്ചിട്ട് എനിക്ക് ഒറ്റ വാക്കാണ് പറയാൻ തോന്നിയത്, സെലിബ്രേഷൻ ഓഫ് ലൈഫ്. ജീവിതത്തിനെ ആഘോഷിക്കാൻ സാധിക്കുക എന്നുള്ളത്, ജീവനെയാണ് ആഘോഷിക്കുന്നത്. അതിന് ഒരു ഭിന്നശേഷിയും ഒന്നും ഒരു തടസ്സമല്ല എന്നാണ് ഈ ലില്ലി സഹോദരി ഇങ്ങനെ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് എല്ലാവരും. ജെറുസലേമിലെ ഒരു പ്രാർത്ഥന കൂട്ടായ്മയുണ്ടെന്ന് എനിക്കറിയാം. അവിടെ കല്ലിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന പേര് ബിൻഡോ കല്ലിൽ ബിൻഡോയുടെ പ്രശ്നം നിങ്ങൾ ഇരിക്കുന്ന കണ്ടാൽ തന്നെ അറിയാം. അങ്ങനെ ഇരിക്കുന്ന ആള് പാറക്കല്ലിൽ കിടന്നിട്ടാണ് നമുക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കല്ല് തന്നെ തലയിണയാക്കി വെച്ചുകൊണ്ട് പാറക്കല്ലിൽ കിടന്ന് എൻ്റെ പ്രാർത്ഥന കേൾപ്പിക്കുന്ന ഒരാളാണ്. ബിൻഡോ പേര് മറന്നു വെച്ചിട്ട് നമ്മൾ തമ്മിലുള്ള ബന്ധത്തിനൊരു കുറവും വന്നിട്ടില്ലെന്ന് അറിയാലോ. അപ്പോ അങ്ങനെയുള്ള ഒത്തിരി തീക്ഷ്ണതയുള്ള മക്കൾ ഇവിടെ ഇപ്പം എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടെ വാർഡുകളിലുണ്ട്. ഇവിടെ വരാൻ സാധിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു മുല്ലശ്ശേരി ബീനിയൊന്നും വന്നിട്ടില്ല അല്ലേ? അവർക്കൊന്നും അതൊക്കെ കിടപ്പാണ്. ഇവരൊക്കെ എനിക്ക് എല്ലാവരെയും കോവിഡ് കാലത്ത് ഇവരുടെ കൊന്തയിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവിടെ എല്ലാവരുടെയും മുഖം അറിയാം. അവിടെയൊക്കെ പോവാറുണ്ട് ഞാൻ. മുല്ലശ്ശേരിക്കാർ പക്ഷെ വേറെ ചിലർ പുറകിലിരിക്കുന്നത് ഞാൻ കാണാനുണ്ട്. അങ്ങനെ കുറച്ച് പേരെയൊക്കെ മുല്ലശ്ശേരി എന്നുള്ളവർ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. വളരെയേറെ സന്തോഷം തോന്നിയാണ്. ഇതൊരു പ്രതിനിധികളെ ആയിട്ടുള്ളൂ. ശരിക്കും ഇവരുടെ ഈ ലില്ലി സഹോദരിയുടെ ഫുൾ സ്ട്രെങ്ത് വന്നാൽ ഈ പീസ് ഹോമിന്റെ എല്ലാ വരാന്തയും അവിടുത്തെ മുറ്റം കൂടി എടുത്താൽ പോലും തീരില്ല. അത്രയേറെ വലിയ ഒരു സ്നേഹ കൂട്ടായ്മയുടെ വലിയൊരു ചാലക ശക്തിയാണ് ഈ ലില്ലി സഹോദരി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരിയേറെ അഭിമാനമുണ്ട്. പ്രത്യേകിച്ച് പീസ് ഹോമിന്റെ ഒരു മകള് അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ പറ്റില്ല ഇങ്ങനെ ആഘോഷിക്കാനായി. കാരണം ഇതുപോലെയുള്ള സഹോദരിമാരും ആങ്ങളയുടെ മകനൊന്നും ഞങ്ങൾക്കില്ല. ഇപ്പോ ആങ്ങളയുടെ മോനൊക്കെയാണ് ഇതിന്റെ പുറകിൽ നിൽക്കുന്നതെന്നുള്ളതാണ്. അല്ലടാ മോന്റെ മോനെ ചേച്ചിയുടെ മോനാണ്. ഇവരൊക്കെ വലിയ ആഘോഷക്കാരാണ്. ഇവര് വീട്ടിൽ ഞാനത് പല പ്രാവശ്യം വീട്ടിൽ അല്ലെങ്കിൽ 2 പ്രാവശ്യം പോയത് ഓർമ്മയിലുണ്ട്. ഇവര് അങ്ങനെയാണ് ഈ ലില്ലി സഹോദരന് കുഞ്ഞുനാൾ മുതൽ കണ്ടിരിക്കുന്നത്. അവരുടെ പൊന്നും കുടമായിട്ട് തന്നെയാണ് വളർത്തിയിരിക്കുന്നത് എന്നുള്ളതിനെ ഞാൻ പ്രത്യേകമായിട്ട് കുടുംബത്തിന് പ്രത്യേകമായിട്ട് ഞാൻ ഈ സമയം കൃതജ്ഞതയോടുകൂടെ ഓർക്കുകയാണ്. അങ്ങനെ സ്നേഹം കിട്ടിയതുകൊണ്ട് ഈ സ്നേഹം പങ്കുവയ്ക്കാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഈ ലില്ലി സഹോദരി. പ്രത്യേകമായിട്ട് ഒറ്റ വാക്കിൽ ഇനി ഞാൻ പറഞ്ഞു കൂടിപ്പോയി എനിക്കറിയാം. ഇനിയും കുറെ കാര്യങ്ങൾ എനിക്ക് പറയാൻ സാധിക്കും, പക്ഷെ പറയുന്നില്ല. എല്ലാവിധ ദൈവാനുഗ്രഹവും സ്നേഹപൂർവ്വം ഈ ജന്മദിനത്തിന്റെ ആഘോഷത്തിൽ ആശംസിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്വർഗവും പരിശുദ്ധവും ദൈവികവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെ കുറിച്ച് മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ
സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ സുത്യർഹവും പരിശുദ്ധവും ജീവദായും ദൈവികവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്ന് ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവ സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നീടാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും. മാനവനിൽ നിവസിക്കും, അവരിൽ ഞാനും നിശ്ചയമാ. പിടിയിൽ വീഴാ അവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ ദൈവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലെ ഈ ബലിയിൽ പങ്കാളികളാം അഖിലർക്കും ദൈവം കനിവാരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാനങ്ങൾ നൽകിയനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെന്നെന്നും ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം പരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. സ്നേഹമുള്ളവരെ, ലില്ലിയുടെ കുടുംബാംഗങ്ങൾ മാത്രം ഇവിടെ പള്ളിയിൽ നിൽക്കുക. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഹോളിലേക്ക് ചെല്ലാനായിട്ട് ശ്രദ്ധിക്കുക. ഉടനെ തന്നെ പിതാവിന് പോകേണ്ടതുകൊണ്ട് ഇവിടെ ആയിരിക്കും എല്ലാവരും തന്നെ ഹോളിലേക്ക് പോവുക. കുടുംബാംഗങ്ങൾ മാത്രം, ലില്ലിയുടെ കുടുംബാംഗങ്ങൾ പിതാവിനോട് ചേർന്ന് ഫോട്ടോ എടുക്കാനായിട്ട്. അതുകൊണ്ട് ബാക്കിയുള്ളവർ കാത്തു നിൽക്കാതെ ഹോളിലേക്ക് പോകണം എന്ന് ഓർമ്മപ്പെടുന്നു.